വെൽക്കം ബാക്ക് ടു പ്രീ ആൻഡ് പോസ്റ്റ് മാർക്കറ്റ് അനാലിസിസ്. ലാസ്റ്റ് വീക്ക് എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ വളരെ സിഗ്നിഫിക്കന്റ് ആയിട്ടുള്ള ഒരു വീക്ക് ആയിരുന്നു. എന്തുകൊണ്ടായിരുന്നു? ഇന്ത്യൻ മാർക്കറ്റ് പുതിയ ന്യൂ ഓൾ ടൈം ഹൈ ജനറേറ്റ് ചെയ്ത് പോയിട്ട് അവിടുന്ന് റിവേഴ്സൽ നടന്നൊരു പോയിന്റ് ആയിരുന്നു. പല കാരണങ്ങൾ കൊണ്ടാണ്. ബട്ട് എന്നാൽ അത് നല്ലൊരു ഫോളിലേക്ക് തന്നെ കണ്ടിന്യൂ ചെയ്ത് പൊയ്ക്കൊണ്ടിരിക്കുകയായിരുന്നു. ഈ ഒരു ഫോളിലും, അതായത് ഈ ഒരു കയറ്റത്തിലും ഈ ഒരു ഫോളിലും നമ്മൾ ഒരുമിച്ച് ഒരു കമ്മ്യൂണിറ്റി ആയിട്ട് എല്ലാ ദിവസവും ഡെയിലി ലൈവ് 9 മണി മുതൽ 3:30 വരെ ഉണ്ട്. ആ ടൈമിൽ നമ്മൾ ഒരുമിച്ച് ഇരുന്ന് ക്യാച്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. ഒരു ഹ്യൂജ് പ്രോഫിറ്റ് നമുക്ക് ലാസ്റ്റ് വീക്ക് ജനറേറ്റ് ചെയ്യാനായിട്ട് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ? സോ നമുക്ക് ജസ്റ്റ് ഒന്ന് പോസ്റ്റ് മാർക്കറ്റിലോട്ടൊന്ന് ജമ്പ് ചെയ്ത് നോക്കാം. സോ നമുക്ക് ലാസ്റ്റ് വീക്ക് എന്ന് പറയുന്നത് നല്ലൊരു മൂവ്മെന്റ് തന്നൊരു വീക്കായിരുന്നു. നല്ലൊരു മൂവ്മെന്റ്, അത് ബോത്ത് അപ്സൈഡ് ആൻഡ് ഡൗൺ സൈഡ്. നല്ല രീതിയിൽ മാർക്കറ്റ് ഇവിടെ വന്നിരിക്കുകയും ഈ ഒരു പുതിയൊരു ഓൾ ടൈം ഹൈ ജനറേറ്റ് ചെയ്യുകയും അവിടുന്ന് മാർക്കറ്റ് ഇങ്ങനെ കണ്ടിന്യൂസ് ഫോളോ വന്നു. ഇവിടുന്ന് ഈ ഒരു ഗ്യാപ് ഡൗൺ തന്ന ടൈമിൽ നമുക്ക് സസ്റ്റെയിൻ ചെയ്യേണ്ടവർക്ക് അല്ലെ ഹോൾഡ് ചെയ്യേണ്ടവർക്ക് ഹോൾഡ് ചെയ്യാം എന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു പ്രീവിയസ് വീഡിയോ, അതായത് ലൈവ് പോയി നോക്കുക ആ ഒരു പർട്ടിക്കുലർ ഡേയിലെ തന്നെ. അതുപോലെ തന്നെ ട്രേഡ് ഓഫ് ദ വീക്ക് എന്ന് പറയുകയാണെങ്കിൽ ഇതായിരുന്നു നിഫ്റ്റിയിലെ ഈ ഒരു ട്രേഡ് ആയിരുന്നു. ഐ തിങ്ക് ലൈക്ക് വ്യാഴാഴ്ചയുടെ ട്രേഡ് ആയിരുന്നു. സൂപ്പർ. അതായത് 917 നമ്മൾ എൻട്രി എടുക്കുകയും അവിടുന്ന് ലൈക്ക് ആ ഒരു സെക്കൻഡ് ടൈമിൽ തന്നെ പറഞ്ഞു ഇവിടം വരെ വരാനായിട്ട് നമുക്കൊരു പ്രോബിലിറ്റി ഉണ്ട്, അത്യാവശ്യം ഒരു കണ്ടിന്യൂസ് റെഡ് ക്യാൻഡിൽസ് ആയിരിക്കുമെന്നും പറഞ്ഞു. അതൊരു ഹൈ പ്രിസൈസ് ആയിട്ട് നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. മാർക്കറ്റ് ഞാൻ പറഞ്ഞ രീതിയിൽ പോയി എന്നല്ല പറയുന്നത്, മാർക്കറ്റ് പോകാൻ പോകുന്ന രീതി ഞാൻ മനസ്സിലാക്കി എന്ന് മാത്രമാണ് ഇവിടെ ചെയ്തത്. അതെങ്ങനെയാണ് മനസ്സിലാക്കിയത്? ടെക്നിക്കൽ അനാലിസിസിലൂടെ പ്രൈസ് ആക്ഷനിലൂടെ നമ്മൾ മനസ്സിലാക്കിയിട്ട് ട്രേഡ് എടുക്കുകയാണ് ചെയ്യുന്നത്. ഫൈൻ. സോ നമ്മൾ ഇവിടെ എൻട്രി എടുത്തിട്ട് 1:7 റിസ്ക് റിവാർഡ് ഉണ്ടോ? 1:6.9 എക്സാക്ട്ലി. സെക്കൻഡ് ടാർഗറ്റ് ആയിരുന്നു 1:7.07 വന്നിട്ടുണ്ടായിരുന്നത്. അത്യാവശ്യം ഒരു ഹ്യൂജ് ടാർഗറ്റ് ആണ് ഇൻട്രാഡേയിൽ 1:7 ഒക്കെ കിട്ടുക എന്ന് പറയുന്നത് അല്ലേ? ഗുഡ്. ഇതും ചുമ്മാ പറയുകയാണോ? ഓടിപ്പോയി ലൈവിൽ നോക്കുക. എന്നത്തെയാണ് 21 സെപ്റ്റംബറിലെ ലൈവിൽ ഓടിപ്പോയി നോക്കുക. സോ ഇതായിരുന്നു നമ്മളുടെ പോസ്റ്റ് മാർക്കറ്റ്. അതായത് ലാസ്റ്റ് വീക്ക് ഇങ്ങനെ ആയിരുന്നു. ലാസ്റ്റ് ഡേ സൂപ്പർ റൈറ്റ്. ഇവിടുന്ന് നമ്മളൊരു ക്യാച്ച് ചെയ്യാൻ നോക്കി, നടന്നില്ല. ബട്ട് ഇവിടുന്ന് ഒരു ഷോർട്ട് ചെയ്യാൻ പ്രോബിലിറ്റി ഉണ്ടെന്ന് പറഞ്ഞു ലൈവ് നമുക്ക് ഇടയ്ക്ക് വെച്ച് ബ്രേക്ക് ചെയ്യേണ്ട വന്നിട്ടുണ്ടായിരുന്നു ഡ്യൂ ടു സം ഒഫീഷ്യൽ റീസൺസ് വേണമെങ്കിൽ പറയാം. ബിക്കോസ് വി ഹാഡ് എ മീറ്റിംഗ്, അതിന്റെ ബേസിസിൽ ഈവന്റ് ആയിട്ട് വന്നതാണ്. ബട്ട് അല്ലെങ്കിൽ എല്ലാ ദിവസവും 9 to 3:30 നിങ്ങളുടെ കൂടെ ഞാനുണ്ട് ലൈവിൽ ട്രേഡ് ചെയ്യാനായിട്ട്. ഒരുമിച്ച് നമുക്ക് ട്രേഡ് ചെയ്യാം, ഒരുമിച്ച് നമുക്ക് പഠിക്കുകയും കൂടെ ചെയ്യാം. കുറെ അധികം കാര്യങ്ങൾ ആ ലൈവിൽ തന്നെ. സോ നമുക്ക് ഇവിടുന്ന് പിന്നെ ഒരു ഫോളോ തരികയും ചെയ്ത് നിൽക്കുകയായിരുന്നു എന്നിട്ടുണ്ടായിരുന്നത്. സോ ഇതായിരുന്നു നമ്മുടെ പോസ്റ്റ് മാർക്കറ്റ്. നമുക്ക് ഇനി ഗ്ലോബൽ മാർക്കറ്റിൽ നിന്ന് നോക്കിയാലോ? എങ്ങനെയായിരുന്നു ഗ്ലോബൽ മാർക്കറ്റ് കഴിഞ്ഞ ദിവസം പോയിട്ടുണ്ടായിരുന്നില്ല, കഴിഞ്ഞ വീക്ക് എങ്ങനെയായിരുന്നു പോയിട്ടുണ്ടായിരുന്നെന്നും ഇനി എങ്ങനെ പോകാൻ പറ്റുമെന്ന് നമുക്ക് ചെക്ക് ചെയ്താലോ? ഗ്ലോബൽ മാർക്കറ്റ് എന്തെങ്കിലും റിസംബ്ലൻസ് കാണുന്നുണ്ടോ? ഇന്ത്യൻ മാർക്കറ്റുമായിട്ട്? ഞാൻ കാണുന്നുണ്ട്, ഞാൻ പെർഫെക്റ്റ്ലി കാണുന്നുണ്ട്. മാർക്കറ്റ് ഓൾമോസ്റ്റ് നല്ലൊരു ഫോളിലോട്ട് വന്ന് നിൽക്കുകയാണ് കയറി അവിടുന്ന് ഇറങ്ങി, ഇവിടുന്ന് നേരെ ഇറങ്ങാൻ തുടങ്ങി. ഓൾമോസ്റ്റ് ലൈക്ക് ഈ ഒരു ഫോൾ തന്നെയാണ് നമുക്ക് ഇന്ത്യൻ മാർക്കറ്റ്. ഈ ഒരു ഗ്യാപ്പും കണ്ടോ? സൂപ്പർ അല്ലേ? അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ ഓൾമോസ്റ്റ് ലൈക്ക് കൺസോൾട്ടേറ്റ് ചെയ്തൊരു ബ്രേക്ക് ഡൗണിൽ നിൽക്കുകയാണ്. സോ ഐ പേഴ്സണലി ബിലീവ് ഡൗ ജോൺസ് എന്ന് പറയുന്ന ഇൻഡീസസ് ആണ് നമുക്ക് US മാർക്കറ്റിനെ കൺസിഡർ ചെയ്യാൻ പറ്റുന്ന ഒരു ഇൻഡീസസ് ആണ്. എപ്പോഴും നമുക്ക് വേണേൽ ഗ്ലോബൽ മാർക്കറ്റിനെ റെഫർ ചെയ്യുന്ന ടൈമിൽ ഡൗ ജോൺസ് എല്ലാവരും ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ വളരെ നല്ലതായിരിക്കും. US മാർക്കറ്റിന്റെ ബേസിൽ നമുക്ക് മൂവ്മെന്റ്സും കാര്യങ്ങളും കിട്ടുന്നതായിരിക്കും. റൈറ്റ്. സോ ഗ്ലോബൽ മാർക്കറ്റ് പറയുന്നത് എന്താണ്? മാർക്കറ്റ് ഇനി താഴത്തേക്ക് പോകാനായിട്ട് പ്രോബിലിറ്റി ഉണ്ട് എന്ന് നമുക്ക് ഗ്ലോബൽ മാർക്കറ്റ് പറയുന്നുണ്ട്. ലൈക്ക് മണി കൺട്രോളിലോട്ട് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഫുൾ ഡേറ്റാസ്, അതായത് ഗ്ലോബൽ മാർക്കറ്റ്, ഏഷ്യൻ മാർക്കറ്റ്, US മാർക്കറ്റ്, ദെൻ യൂറോപ്യൻ മാർക്കറ്റ്, ഇതിനെപ്പറ്റി ഡേറ്റാസ് എല്ലാം തന്നെ കിട്ടുന്നതാണ്. കഴിഞ്ഞ ആഴ്ചയിലെ, കഴിഞ്ഞ വീക്ക്, നമുക്ക് കഴിഞ്ഞ ഡേ എങ്ങനെ ഉണ്ടായിരുന്നു, ക്ലോസിംഗ് എങ്ങനെയായിരുന്നു എന്നൊക്കെ ഡീറ്റെയിൽഡ് ആയിട്ട് ന്യൂമറിക്കൽ ബേസിസിൽ അവിടെ കിട്ടുന്നതായിരിക്കും. ഇപ്പോൾ ഡേറ്റ ഓൾസോ നമുക്കത് വേറെ തപ്പി പോകേണ്ടതായിട്ട് വരുന്നുണ്ട് അവിടെ. സോ ഡൗ ജോൺസ് നമുക്ക് എന്തായാലും പറയുന്നത്. സോ അബൌട്ട് ഗ്ലോബൽ മാർക്കറ്റ് എന്താണ് നമുക്ക് മനസ്സിലാകുന്നത്? ഓൾമോസ്റ്റ് ലൈക്ക് ബെയറിഷ് ആണ് എന്ന് നമുക്ക് മനസ്സിലായിട്ടുണ്ട്. സോ ദാറ്റ്സ് വിത്ത് അവർ ഗ്ലോബൽ മാർക്കറ്റ്. ഇനി നമുക്ക് പ്രീ മാർക്കറ്റ്, ഇതല്ലേ എല്ലാവരും വെയിറ്റ് ചെയ്യുന്നത്, പ്രീ മാർക്കറ്റിലോട്ട് നമുക്ക് പോകുന്നതാണ്. നിഫ്റ്റി കണ്ടിന്യൂസ് ഇങ്ങനെ ഫോളോ ആയി കഴിഞ്ഞപ്പോഴത്തേക്ക് കുറെ അധികം ആൾക്കാർക്ക് തോന്നിക്കാണുമായിരിക്കും മാർക്കറ്റ് ഇനി മുകളിലേക്ക് പോകാൻ പ്രോബിലിറ്റി ഉണ്ട്, ബൈ ചെയ്ത് വെച്ചേക്കാം എന്ന് വിചാരിച്ചിട്ടുണ്ടായിരിക്കും അല്ലേ? സോ ലാസ്റ്റ് ഡേ ഫ്രൈഡേയിൽ ബൈ ചെയ്ത് വെച്ചിട്ടുണ്ടോ നിങ്ങൾ? അത് പ്രശ്നത്തിലോട്ടായി മാറുമോ? നമുക്ക് നോക്കാം. ബട്ട് എന്നാൽ പ്രശ്നത്തിലാകാനായിട്ട് ചാൻസസ് കൂടുതലാണ്. ബൈ ചെയ്തവർക്ക് ഓപ്ഷൻ ബൈയേഴ്സ് ആണ് ഡെഫിനറ്റ്ലി കൂടുതലും. എന്തുകൊണ്ടാണ്? നിങ്ങൾ മാർക്കറ്റ് മുകളിലേക്ക് പോകുമ്പോഴത്തേക്ക് അവിടുന്ന് നിങ്ങൾ നേരെ
PE ബൈ ചെയ്യാൻ നോക്കുന്നത്? അവിടെ ഒരു പ്രോബിലിറ്റി ഉണ്ട്, മാർക്കറ്റ് അതാണ് ഏറ്റവും ടോപ്പ് എന്ന് എങ്ങനെ മനസ്സിലാക്കാനായിട്ട് പറ്റുന്നു? എന്തെങ്കിലും കൺവിക്ഷൻസ് ഉണ്ടോ, ഇല്ല എന്തെങ്കിലും കൺഫർമേഷന്റെ ബേസിസിലാണോ എടുക്കുന്നത്, അതോ ജസ്റ്റ് ഒരു ഇൻറ്റ്യൂഷൻ മാത്രമാണോ? ഇത്രയും കയറി ഇനി എന്തായാലും ഇറങ്ങണം, ഇതാണോ നിങ്ങൾ ട്രേഡ് എടുക്കുന്നത്? ഇത് പ്രശ്നമല്ലേ? ടെക്നിക്കൽ അനാലിസിസിലും പ്രൈസ് ആക്ഷനിലും കൂടെ മാത്രം മനസ്സിലാക്കാൻ പറ്റുന്ന പ്രൈസിന്റെ മൂവ്മെന്റ്സ് നമ്മൾ ജസ്റ്റ് ഇൻറ്റ്യൂഷന്റെ ബേസിസിൽ മനസ്സിലാക്കി ട്രേഡ് എടുക്കുന്നത് തെറ്റല്ലേ? അതല്ലേ നിങ്ങൾ ട്രേഡ് എടുക്കുന്നില്ലേ? ലോസിൽ വരാനായിട്ടുള്ള റീസൺ അതല്ലേ? കഴിഞ്ഞ ആഴ്ചയും ഈ ഫ്രൈഡേയിൽ CE ബൈ ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ അത് തന്നെ അല്ലായിരുന്നോ നിങ്ങളുടെ ഇൻറ്റ്യൂഷൻ? ചെയ്ത് വെച്ചിട്ടുള്ളവരോട് മാത്രമാണ് അല്ലേ? നേരെ മാർക്കറ്റ് വീണു, നല്ലൊരു സപ്പോർട്ടിലെത്തി, ഇനി നേരെ കയറി പോകാനായിട്ട് പ്രോബിലിറ്റി ഉണ്ട് എന്നുള്ളതിൽ അല്ലേ? ഇല്ല, മാർക്കറ്റ് ഇനി ഫോളോ ആകാനായിട്ട് പ്രോബിലിറ്റി ഉണ്ട്. സോ നമുക്ക് പ്രീമാർക്കറ്റ് ചാർട്ട്സിലോട്ട് പോയി നോക്കാം അല്ലേ? ലെറ്റ്സ് സീ. ഓൾമോസ്റ്റ് ലൈക്ക് മാർക്കറ്റ് ഈ റീജിയനിൽ വന്ന് നിൽക്കുകയാണ്. ഇവിടെ ഒരു ചാർട്ട് പാറ്റേൺ കാണാനായിട്ട് പറ്റുന്നുണ്ട്. എന്ത് ചാർട്ട് പാറ്റേൺ എന്ന് കമന്റിൽ അറിയിക്കുക. ഫൈൻ, എന്ത് ചാർട്ട് പാറ്റേൺ എന്ന് കമന്റിൽ അറിയിക്കുക. സോ നമുക്ക് ഫസ്റ്റ് വ്യൂ എന്ന് പറയുന്നത് നമ്മളുടെ ബെയറിഷ് വ്യൂ ആണ്. അത് എവിടെ നിന്നാണ് വരുന്നത്? ബുള്ളിഷ് വ്യൂ നമുക്ക് ഇതിനകത്തില്ല ഇപ്പം, എന്തായാലും ഇപ്പം ഇല്ല. എന്തെങ്കിലും ഉണ്ടെങ്കിൽ നാളെ ലൈവിലോട്ട് വരിക, അവിടെ എന്തെങ്കിലും ചേഞ്ചസ് ഉണ്ടെങ്കിൽ നമുക്ക് കാണാവുന്നതാണ്. ബട്ട് എന്നാൽ ഇവിടെ ഈ ഒരു സെർട്ടൻ റേഞ്ചിൽ നമുക്ക് 19,660 ബിലോ 19,660 ബിലോ വരികയാണെങ്കിൽ നിഫ്റ്റിയാണ് നമുക്ക് ബെയറിഷ് വ്യൂ ആകാനായിട്ടുള്ള പ്രോബബിലിറ്റി ഉണ്ട്. എവിടം വരെ പോകാനായിട്ട് ചാൻസ് ഉണ്ട്? നമ്മുടെ ഫസ്റ്റ് ടാർഗറ്റ് എന്ന് പറയുന്നത് 19,600 19,500 19,500. സോ ഞാൻ 90,500 സ്റ്റിക്ക് ഓൺ ചെയ്ത് നിൽക്കുന്നു. അത്യാവശ്യം നല്ലൊരു ഫോള് കിട്ടാനായിട്ട് അവിടെ ചാൻസ് ഉണ്ട്. റൈറ്റ്, പല രീതിയിൽ മാർക്കറ്റ് ഓപ്പൺ ആകാം അല്ലേ? ഒന്നിലോ ഫ്ലാറ്റ് ഓപ്പണിംഗ്, അതായത് എവിടെ ക്ലോസ് ചെയ്തോ അവിടെ തന്നെ ഓപ്പൺ ആകാം. അങ്ങനെയാണ് എന്ത് ചെയ്യണം? എപ്പോഴാണോ ബ്രേക്ക് ഔട്ട് കിട്ടുന്നത്, ബ്രേക്ക് ഡൗൺ കിട്ടുന്നത്, അവിടെ വരെ നമ്മൾ വെയിറ്റ് ചെയ്തിരിക്കാം. ഇതാണ് ഫസ്റ്റ് മെത്തേഡ് നമുക്കുള്ളത്. വെയിറ്റ്, ലെറ്റ് മീ റിമൂവ് ദാറ്റ് വൺ. വാട്ടർ മാർക്ക് റിമൂവ് ചെയ്തേക്കാം, ക്ലിയർ അല്ലേ? സോ നമുക്ക് ഇങ്ങനെ വേണേ വരാം. എന്താണ്? ഫ്ലാറ്റ് ഓപ്പണിംഗിന്റെ ബേസിസിൽ നമുക്ക് ഇത് ഇങ്ങനെ വേണേ വരാവുന്നതാണ്. അതുമില്ലെങ്കിലോ മാർക്കറ്റ് ഒരു ഗ്യാപ്പ് അപ്പ് തന്നിട്ട് ഇവിടെ വല്ലതും ഓപ്പൺ ആകും, ഇവിടെ വേണേ ഓപ്പൺ ആകാം. എന്നാൽ ഇവിടെ നിന്ന് ഓപ്പൺ ആയിട്ട് ഇത് എന്ത് ചെയ്യും? ഈ ഗ്യാപ്പ് അപ്പ് ഓപ്പൺ ആകുമ്പോൾ ചില ആൾക്കാർ വിചാരിക്കും, എന്നാൽ ഇനി ഇത് മാർക്കറ്റ് മുന്നോട്ട് പോകാൻ പ്രോബിലിറ്റി ഉണ്ട്, ചാടിക്കറി ബൈ ചെയ്തേക്കുന്നത്. തെറ്റാണ്, അതിൽ കയറി കൈ കൊടുക്കരുത്. സോ നമ്മൾ നേരെ വെയിറ്റ് ചെയ്തിട്ട് താഴെ ബ്രേക്ക് ഡൗൺ വരുന്നിടം വരെ വെയിറ്റ് ചെയ്തിരിക്കുക. നാളെ മാർക്കറ്റ് മുന്നോട്ട് വേണേ പൊക്കോട്ടെ, നമ്മൾ പിടിക്കുന്നില്ല. ആ ഒരു മൈൻഡ് സെറ്റിൽ എത്തിക്കുക. ഓൾവേസ് ട്രേഡ് വിത്ത് ദ ട്രെൻഡ്. ഇപ്പോൾ കറന്റ് ട്രെൻഡ് എന്താണ്? ബെയറിഷ് ആണ്. സോ നമ്മൾ അതിനെ ഫോളോ ചെയ്യാനായിട്ട് പോകുന്നു. അത് കഴിഞ്ഞാലോ മാർക്കറ്റ് ചിലപ്പോൾ ഗ്യാപ് ഡൗണിൽ വരാം അല്ലേ? ഗ്യാപ് ഡൗണിൽ വരാൻ ചാൻസ് ഉണ്ട്. ആണെങ്കിൽ എന്തായിരിക്കും പറ്റുന്നത്? നമ്മൾ ആ ഗ്യാപ് ഡൗൺ വന്ന ഫസ്റ്റ് ക്യാൻഡിൽ ബോട്ടത്തിൽ നിന്ന് എൻട്രി എടുക്കുകയും സ്റ്റോപ്പ് ലോസ് ഹൈയിൽ കൊണ്ട് കീപ്പ് ചെയ്ത് കഴിഞ്ഞാൽ 500 വരെ ടാർഗറ്റ് ഉണ്ട്. നല്ലൊരു ഡീസന്റ് ടാർഗറ്റ് ആണ് 19,500 എന്ന് പറയുന്നത്. സോ നമുക്ക് നാളെ നോക്കാം അല്ലേ? നിഫ്റ്റിയുടെ അനാലിസിസ് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു, ലെവൽസ് മനസ്സിലാക്കിയിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. ഈ ചാർട്ട്സ് എല്ലാം നിങ്ങൾക്ക് നേരെ നമ്മുടെ വാട്സ്ആപ്പ് ഗ്രൂപ്പിലും നമ്മുടെ ടെലിഗ്രാം കമ്മ്യൂണിറ്റിയിലും പ്രീമിയം ഗ്രൂപ്പിലും കിട്ടുന്നതായിരിക്കും. റൈറ്റ്, സോ ദാറ്റ്സ് വിത്ത് അവർ നിഫ്റ്റി. ദെൻ നിഫ്റ്റി ബാങ്ക്. നിഫ്റ്റി ബാങ്ക് എന്ന് പറയുമ്പോൾ ഈ രണ്ട് ട്രേഡ് സൂപ്പർബായിരുന്നു അല്ലെ? എക്സ്ട്രാ ഓർഡിനറി ട്രേഡ്സ് ആയിരുന്നു ലാസ്റ്റ് ഡേയ്സിലെ. സോ അതങ്ങനെ നമുക്ക് റിമൂവ് ചെയ്തേക്കാം, ഇപ്പോൾ ആവശ്യമില്ല. സോ 44,586, ലെറ്റ്സ് സേ 44,580 ബിലോ വരികയാണെങ്കിൽ, മാർക്കറ്റ് നാളെ വരികയാണെങ്കിൽ നമുക്ക് ബെയറിഷ് വ്യൂ ആക്കി കൺസിഡർ ചെയ്യാം. അതുപോലെ തന്നെ ടാർഗറ്റ് എന്ന് പറയുന്നത് 44,272. ഇതൊരു മൈനർ ടാർഗറ്റ് ആണ് കേട്ടോ. ഇതൊരു മൈനർ ടാർഗറ്റ് ആണ്. ഞാൻ അവിടെ മൈനർ നാട് ചെയ്തിട്ടുണ്ട്. ദിസ് ഇസ് എ മൈനർ ടാർഗറ്റ്. ആൻഡ് വാട്ട് അബൌട്ട് ദിസ് വൺ? ഇതാണ് നമ്മുടെ മേജർ ടാർഗറ്റ്. അതായത് 43,881. ലെറ്റ്സ് സേ 43,900 നമുക്ക് പറയാം. ഒരു ഡീസന്റ് ടാർഗറ്റ് ആയിരിക്കും. അത്യാവശ്യം നല്ലൊരു ഹ്യൂജ് ഫോൾ കിട്ടാനായിട്ട് പ്രോബബിലിറ്റി ഉണ്ട്. മൺഡേ ഒരു ജാക്ക്പോട്ട് ഡേ ആകാനായിട്ട് പ്രോബബിലിറ്റി ഉണ്ട്. ലെറ്റ്സ് സീ. ദെൻ വിത്ത് ഫിൻനിഫ്റ്റി, അതിന് മുമ്പായിട്ട് ഓപ്പണിംഗ് കൂടെ നോക്കണം അല്ലേ? സോ ഇവിടെ ഫ്ലാറ്റ് ഓപ്പണിംഗ് ആണെങ്കിൽ എന്ത് ചെയ്യണം? എപ്പോഴാണോ ബ്രേക്ക് ഡൗൺ തരുന്നത് അതുവരെ വെയിറ്റ് ചെയ്യുക. ഗ്യാപ്പ് അപ്പ് ആണെങ്കിലോ എപ്പോഴാണോ ബ്രേക്ക് ഡൗൺ തരുന്നത് അതുവരെ നമ്മൾ വെയിറ്റ് ചെയ്യുക. മൂന്നാമത് ഗ്യാപ്പ് ഡൗൺ ആണെങ്കിലോ അതിന്റെ ബേസിൽ നിന്ന് എൻട്രി എടുക്കുന്നു, സ്റ്റോപ്പ് ലോസ് ഹൈ കൊണ്ടുവയ്ക്കുന്നു, ടാർഗറ്റ് വെയിറ്റ് ഹിയർ, ഇതുവരെ നമ്മൾ വെയിറ്റ് ചെയ്യും അല്ലേ? സൂപ്പർബായിട്ട് എക്സിക്യൂട്ട് ചെയ്യാൻ പറ്റിയ ഒരു ജാക്ക്പോട്ട് ഡേ ആണ് നാളെ. പ്രീമിയം ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യേണ്ടവർക്ക് എല്ലാവർക്കും ജോയിൻ ചെയ്യാനതേ ഉള്ളൂ. നാളേക്ക് വേണ്ടി വെയിറ്റ് ചെയ്യേണ്ട, ഇന്ന് തന്നെ ജോയിൻ ചെയ്തോളൂ. ലാസ്റ്റ് മിനിറ്റിൽ എന്തെങ്കിലും ഇൻകൺവീനിയൻസ് വന്നു കഴിഞ്ഞാൽ മൈറ്റ് ബി സൈറ്റ് ബിസി ആയി പോയാലോ, സം ചേഞ്ചസ് വരാറുണ്ട്. ഇന്നലെയും കുറേ അധികം ലാസ്റ്റ് ഡേ കുറേ അധികം ആൾക്കാർ ഇടയ്ക്ക് വെച്ച് ജോയിൻ ചെയ്യാൻ നോക്കിയപ്പോഴത്തേക്ക് സം ഇഷ്യൂസ് വന്നിട്ടുണ്ടായിരുന്നു. സോ ജസ്റ്റ് ഡോണ്ട് വെയിറ്റ്, നേരത്തെ എടുത്തേക്കുക.
ജോയിൻ ചെയ്തേക്കുക. നാളെ ഇച്ചിരി ബിസി ആകാനായിട്ട് പ്രോബിലിറ്റീസ് ഉണ്ട്. നാളെ 16th ബാച്ച് സ്റ്റാർട്ട് ആവുകയാണ്. അതായത് സെപ്റ്റംബർ ബാച്ചുമാണ്. ഇനി ഈ ഒരു വർഷം നമ്മൾ ഇനി വേറെ ബാച്ചസും കാണുകയില്ല. ജോയിൻ ചെയ്യേണ്ടവർ ഇന്ന് തന്നെ ജോയിൻ ചെയ്യാം. ലാസ്റ്റ് ഡേറ്റ് ആണ് ഇന്ന്. ഫൈൻ. സോ ദാറ്റ്സ് വിത്ത് അവർ നിഫ്റ്റി ബാങ്ക്. വാട്ട് അബൌട്ട് ഫിൻനിഫ്റ്റി? വാട്ട് അബൌട്ട് ഫിൻനിഫ്റ്റി? ഹിയർ വി ഗോ. അല്ലേ, ഫിൻനിഫ്റ്റി നമുക്ക് ഇവിടെ നിൽക്കുന്നു. കുറെ അധികം ലെവൽസ് ഉണ്ട്. ഞാൻ നേരത്തെ അതിൽ നിന്ന് മാറ്റിയിട്ടുണ്ടായിരുന്നു. നമുക്ക് ഇതൊന്ന് മാറ്റിയേക്കാം. ഓക്കെ, ഫൈൻ, ഗുഡ്. സോ ഫിൻനിഫ്റ്റി എന്ന് പറയുമ്പോഴത്തേക്ക് നമുക്ക് പ്രീവിയസ് ലോ ആയിട്ടുള്ള 19,700 ബ്രേക്ക് ഡൗൺ ചെയ്യുന്ന ടൈമിൽ നമുക്ക് എൻട്രി എടുക്കുകയും ഇവിടെ ഒരു മൈനർ ടാർഗറ്റ് ഉണ്ട് 19,650 എന്ന് പറയുന്ന ഒരു മൈനർ ടാർഗറ്റ് ആയിട്ട് കീപ്പ് ചെയ്തിട്ട് 19,550 നമ്മുടെ മേജർ ടാർഗറ്റ് ആയിട്ട് കീപ്പ് ചെയ്യാം. ഓക്കെ, ഫൈൻ, മനസ്സിലായില്ലേ? അപ്പൊ ഇവിടെ പല രീതിയിൽ മാർക്കറ്റ് വരാം. ഒന്ന് ഫ്ലാറ്റ് ഓപ്പണിംഗ് ആകാം, ഇവിടുന്ന് തന്നെ ഓപ്പൺ ആകാം. അപ്പൊ എന്ത് ചെയ്യണം? ബ്രേക്ക് ഡൗൺ തരുന്ന വരെ വെയിറ്റ് ചെയ്യാം. ഗ്യാപ്പ് അപ്പ് ആണെങ്കിലോ ഇവിടെയോ ഇല്ലെങ്കിൽ ഇവിടെ ആണെങ്കിലോ ബ്രേക്ക് ഡൗൺ തരുന്ന വരെ നമ്മൾ വെയിറ്റ് ചെയ്യുന്നു, അല്ലേ? ഗ്യാപ്പ് ഡൗൺ ആണെങ്കിലോ നമ്മൾ അതിന്റെ ലോയിൽ നിന്ന് എടുക്കുന്നു, ഹൈ കൊണ്ട് സ്റ്റോപ്പ് ലോസ് വെക്കുന്നു, വെയിറ്റ് ചെയ്യുന്നു. ഈ ഒരു റാലിക്ക് വേണ്ടി നമ്മൾ വെയിറ്റ് ചെയ്യുന്നു. ഗുഡ്, ഗോട്ട് ഇറ്റ്? സോ ഇത്ര ബ്യൂട്ടിഫുൾ ആയിട്ട് നമ്മൾ പ്ലോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇത്ര ബ്യൂട്ടിഫുൾ ആയിട്ട് നമ്മൾ നാളത്തേക്ക് പ്രിപ്പയർ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി എന്തിനാണ് നിങ്ങൾ പേടിക്കുന്നത്? ഇനി എൻട്രി എടുക്കുമോ? അനാവശ്യമായിട്ട് നമ്മൾ എൻട്രീസ് എടുക്കുമോ? ഇല്ല, അല്ലേ? നമ്പർ ഓഫ് ട്രേഡ്സ് റെഡ്യൂസ് ചെയ്യുകയും നമ്മുടെ റിസ്കിനെ മാനേജ് ചെയ്യുകയും കൂടെ ചെയ്യുകയാണെങ്കിൽ വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് നല്ലൊരു പ്രോഫിറ്റബിൾ ട്രേഡർ ആകാനായിട്ട്, അതും വെറും പ്രോഫിറ്റബിൾ ട്രേഡർ അല്ല, കൺസിസ്റ്റന്റ് പ്രോഫിറ്റബിൾ ട്രേഡർ ആകാനായിട്ട് സാധിക്കുന്നതാണ്. നാളെ നമുക്ക് എങ്ങനെ ഉണ്ടാകും മാർക്കറ്റ് എന്ന് നമ്മളിപ്പോൾ കവർ ചെയ്തിട്ടുണ്ട്. സോ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോയിൽ നിന്ന് അത്യാവശ്യം കാര്യങ്ങളിൽ വേണ്ട ഡീറ്റെയിൽസ് കിട്ടിയിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് കമന്റിൽ അറിയിക്കുക. ഇതല്ല, ഇതിൽ കൂടുതൽ എന്തെങ്കിലും അറിയണമെന്നുണ്ടെങ്കിൽ അതുകൂടെ കമന്റിൽ അറിയിക്കുക. സോ സീ യു ദേർ ടുമോറോ അറ്റ് 9 AM. മറക്കരുത്, നാളെ ലൈവിൽ കാണാം. ബൈ.